ലോകം ഇന്ന് ഒരു മഹാദുരന്തത്തിന്റെ നിഴലിലാണോ നിൽക്കുന്നത്? പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ അജയ്യമായ സൈനിക കരുത്ത് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് അന്തരിച്ച ബൾഗേറിയൻ പ്രവാചകി ബാബ വാങ്കയുടെ നിഗൂഢമായ വാക്കുകൾ പ്രസക്തമാകുന്നത്. സെപ്റ്റംബർ 11 ആക്രമണവും സുനാമിയും കൃത്യമായി പ്രവചിച്ച ബാബ വാങ്കെ പശ്ചിമേഷ്യയിൽ നിന്നുയർന്ന ഒരു വലിയ തീപ്പൊരി ലോകശക്തികളെ തമ്മിൽ കോർക്കുമെന്നും അതൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നും മുൻകൂട്ടി കണ്ടിരുന്നു. ഇന്ന് ഇറാനും ഇസ്രയേലും നേർക്കുനേർ നിൽക്കുമ്പോൾ, ആഗോള ഇന്ധന വിതരണത്തിന്റെ സിരയായ ഹോർമൂസ് നിശ്ചലമാകുമ്പോൾ ലോകം ഭീതിയോടെ ചോദിക്കുന്നത് ഒന്നാണ്: ബാബ വാങ്കെ പറഞ്ഞ ആ ഭീകരമായ കാലം എത്തിക്കഴിഞ്ഞു. കടലിടുക്ക് വഴി കടന്നുപോകുന്ന ഏതൊരു കപ്പലിന് നേരെ വെടിയുതിർക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര വിപണിയെ വിറപ്പിക്കുകയാണ്. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ പാത അടഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനും ലോകം സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എങ്ങനെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കവചമാക്കി മാറ്റാമെന്ന് ഇറാൻ ഇപ്പോൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ ഏക കവാടമായ ഹോർമൂസിലൂടെയാണ് ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്നത്. ഈ പാതയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുക വഴി ലോകത്തെ ഏത് വൻശക്തിയെയും ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനും അവരെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനും ഇറാന് സാധിക്കും. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സുസജ്ജമായ നാവികസേനയും മിസൈൽ വ്യൂഹങ്ങളും കടലിടുക്കിനെ ഒരു ഉരുക്കുകോട്ടയാക്കി മാറ്റിയിരിക്കുകയാണ്. വിദേശ ശക്തികളുടെ അനാവശ്യ ഇടപെടലുകളെ മുളയിലേ നുള്ളാൻ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ആയുധമായാണ് ഇറാൻ ഈ ജലപാതയെ ഉപയോഗിക്കുന്നത്. കടലിടുക്ക് അടഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വില പ്രവചനാതീതമായ ഉയരങ്ങളിലേക്ക് എത്തിയേക്കാം. ഇത് ലോകത്തെമ്പാടും പണപ്പെരുപ്പത്തിനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ ഇറാന്റെ തീരുമാനങ്ങളെയും സൈനിക കരുത്തിനെയും ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ സംജാതമായിരിക്കുന്നത്. തന്ത്രപരമായ ഈ നീക്കത്തിലൂടെ ലോകത്തെ ഏത് വൻശക്തിയെയും മുട്ടുകുത്തിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കയും സഖ്യകക്ഷികളും ഈ നീക്കത്തെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഒരു വശത്തും കത്തുന്ന പശ്ചിമേഷ്യ മറുവശത്തും നിൽക്കുമ്പോൾ നമ്മളൊരു ചരിത്ര സന്ധിയിലാണ്. ഇത് വെറും ഒരു പ്രാദേശിക പോരാട്ടമാണോ, അതോ ലോകം കാത്തിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമാണോ? പ്രവചനമോ യാഥാർത്ഥ്യമോ ഏതായാലും ഇറാന്റെ ഈ വജ്രായുധ പ്രയോഗം ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്.